Okay, good morning all. In our last class, we are discussing about our cloth. Okay, നമ്മൾ എന്താണ് പറഞ്ഞത്? Our cloth എന്നുള്ള പോർഷൻ ആണല്ലേ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സില്. Okay, വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിരുന്നോ? Yes, okay. Then നമുക്കതൊന്നും കൂടെ പറയാം, ഒന്ന് ശ്രദ്ധിക്കണേ. We need clothes. We wear clothes to cover our body. Clothes protect us from heat, cold, rain and wind. Long ago, people did not wear clothes. They covered themselves with leaves and skin of dead animals. Slowly, people learned to make clothes. നമ്മള് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. എന്താണ്? We wear clothes to cover our body. നമ്മള് വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ബോഡി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. Clothes protect us from heat, cold, rain and wind. നമ്മുടെ ഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലേ. Then long ago people did not wear clothes. എന്താണ്? മുമ്പല്ലേ, വളരെ നാളുകൾക്ക് മുമ്പ് എന്താണ് ആൾക്കാര് വസ്ത്രം ധരിച്ചിരുന്നില്ല അല്ലേ. They covered themselves with leaves and skin of dead animals. Slowly people learned to make clothes. Long ago അല്ലേ, വളരെ നാളുകൾ മുമ്പ് people did not wear clothes. ആളുകൾ വസ്ത്രം ധരിച്ചിരുന്നില്ല അല്ലേ. They covered themselves with leaves and skin of dead animals. അവരെന്താ ചെയ്തത്? ലീവ്സ് കൊണ്ടും സ്കിൻ ഓഫ് ഡെഡ് ആനിമൽസ് അല്ലേ, ചത്തുപോയ മൃഗങ്ങളുടെ എന്താണ് സ്കിൻ അല്ലേ, അവരുടെ തൊലി ഒക്കെ എടുത്തിട്ടാണ് അവർ എന്ത് ചെയ്തത്? വസ്ത്രമായിട്ട് ധരിച്ചിരുന്നത്. ലോങ് എഗോ പീപ്പിൾ ഡിഡ് നോട്ട് വെയർ ക്ലോത്ത്സ്. ദേ കവേർഡ് ദംസെൽവ്സ് വിത്ത് ലീവ്സ് ആൻഡ് സ്കിൻ ഓഫ് ഡെഡ് ആനിമൽസ്. ചത്തുപോയ മൃഗങ്ങളുടെ തൊലിയും ഇലകളും ഒക്കെയാണ് അവര് ഡ്രസ്സായിട്ട് ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്തല്ലേ, വളരെ പണ്ട്. കണ്ടിട്ടുണ്ടോ? പണ്ട് ജീവിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ എന്താണ്, എങ്ങനെയാണ് വസ്ത്രം ഉണ്ടാക്കുക എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പൊ അവർ എന്ത് ചെയ്തു? ഇലകളും ചത്തുപോയ ആനിമൽസിന്റെ സ്കിന്നും ഒക്കെയാണ് ഡ്രസ്സിന് പകരം യൂസ് ചെയ്തത്. സ്ലോലി പീപ്പിൾ ലേൺഡ് ടു മേക്ക് ക്ലോത്ത്സ്. പതുക്കെ അവർ എന്ത് ചെയ്തു? എങ്ങനെയാണ് ഡ്രസ്സ് ഉണ്ടാക്കേണ്ടത് അല്ലെ, ഹൗ ടു മേക്ക് ക്ലോത്ത് എന്നുള്ളത് അവർ പഠിച്ചു. ഓക്കെ, we wear clothes to cover our body. നമ്മൾ നമ്മുടെ ശരീരത്തെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. Clothes protect us from heat, cold, rain and wind. നമ്മുടെ ക്ലോത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ protect us from heat, cold and rain and wind. Long ago people did not wear clothes. They covered themselves with leaves and skin of dead animals. Slowly people learned to make clothes. Slowly people learned how to make clothes and we wear clothes. Okay, then different kinds of clothes. We wear different kinds of clothes in different season. അങ്ങനെയാണല്ലേ നമ്മൾ ഡ്രസ് ചെയ്യുക. എങ്ങനെയാണ്? ഓരോ സീസണിലും ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുക അല്ലെ. എല്ലാ സമയത്തും എന്താണ് ഒരേ തരം വസ്ത്രങ്ങളല്ല ഇടാറല്ലേ. സീസണിനെ അനുസരിച്ച് എന്താണ് വസ്ത്രത്തിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടല്ലേ. നമുക്ക് നോക്കാം. ക്ലോത്ത്സ് വി വെയർ ഇൻ സമ്മർ. സമ്മറിലല്ലേ, വേനൽക്കാലത്ത് നമ്മൾ എന്തൊക്കെ വസ്ത്രങ്ങളാണ് ധരിക്കുക? സ്കേർട്ട്, ടീഷർട്ട്, ഫ്രോക്ക് അല്ലെ, അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് നമ്മൾ എപ്പോ ധരിക്കാറ്? വി വെയർ ഇൻ സമ്മർ. സമ്മറിൽ നമ്മള് ഫ്രോക്ക്, സ്കേർട്ട്, ടീഷർട്ട് തുടങ്ങിയ ചൂടിന് എന്താണ് കുറച്ചും കൂടെ കാറ്റ് കടക്കുന്ന തരം വസ്ത്രങ്ങളാണല്ലേ നമ്മൾ ധരിക്കാറ്. Then clothes we wear in winter. വിന്ററിലല്ലേ, ഈ മഞ്ഞുകാലത്തല്ലേ നമ്മൾ എന്താണ് ധരിക്കാറ്? പുള്ളോവർ, ഗ്ലൗസ് ആൻഡ് ക്യാപ്പ് അല്ലെ. പൊതുവെ തണുപ്പുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനത്തെയാണ്? പുള്ളോവർ അല്ലെ. പുള്ളോവർ ഇല്ലേ, കണ്ടിട്ടില്ലേ? എന്താണ് ജാക്കറ്റ് പോലെയുള്ള ഡ്രസ്സിനെയാണ് പുള്ളോവർ എന്ന് പറയാ അല്ലെ. അതായത് നമ്മുടെ തലയിലടക്കം ഇടാൻ വേണ്ടിയുള്ള ക്യാപ്പ്, വിത്ത് ക്യാപ്പ് ഉള്ള തരം ഡ്രസ്സിനെയാണ് പുള്ളോവർ എന്ന് പറയാറ്. ദെൻ ക്യാപ്പ് ആൻഡ് ഗ്ലൗസ് അല്ലെ, എന്താണ് നമ്മുടെ കോൾഡിൽ നിന്നല്ലേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൗസും ക്യാപ്പും ഒക്കെയാണ് നമ്മൾ ഈ മഞ്ഞുകാലത്തൊക്കെ ഇടാറ്. ഓക്കെ, ദെൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കോട്ടൺ ക്ലോത്ത്സ്
കേട്ടിട്ടുണ്ട് അല്ലെ? കോട്ടൺ വസ്ത്രങ്ങൾ. We wear cotton clothes in summer. Cotton cloths keep us cool. We get cotton from the cotton plant. Cotton grows in pods. The pods are picked and thread is made from the cotton. Making thread from cotton is called spinning. This thread is made into cloth on a loom. Making cloth from thread is called weaving. എന്താണ്? It is about the cotton cloths. Cotton തുണികളെ കുറിച്ച് അല്ലെ, കോട്ടൺ വസ്ത്രങ്ങളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. കോട്ടൺ ക്ലോത്ത്സ്. വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. എങ്ങനെയാണ്? ചൂടുള്ള സമയത്ത് അല്ലെ, വേനൽക്കാലത്ത് നമ്മൾ എന്താണ് എപ്പോഴും വി വെയർ കോട്ടൺ ക്ലോത്ത്സ്. കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കാറ്. Then cotton cloths keep us cool. That is the specialty of cotton cloth അല്ലെ. കോട്ടൺ ക്ലോത്ത് എന്താണ് എപ്പോഴും കീപ് us cool. നമ്മൾ വളരെ കൂളായി വെക്കും അല്ലേ? അത് നമുക്ക് ചൂട് കാലത്ത് എന്താണ് കുറച്ച് തണുപ്പ് തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോട്ടൺ ഡ്രസ് യൂസ് ചെയ്യുന്നത്. വി ഗെറ്റ് കോട്ടൺ ഫ്രം ദ കോട്ടൺ പ്ലാന്റ്. നമുക്ക് എവിടെ നിന്നാണ് കോട്ടൺ കിട്ടാറ്? കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് അല്ലെ. കോട്ടൺ ഉണ്ടാവുന്നത് എവിടെയാണ്? ചെടികളിലാണ് അല്ലെ. അപ്പോ വി ഗെറ്റ് കോട്ടൺ ഫ്രം ദ കോട്ടൺ പ്ലാന്റ്. കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കോട്ടൺ ലഭിക്കുന്നത്. കോട്ടൺ ഗ്രോസ് ഇൻ പോഡ്സ്. The pods are picked and thread is made from the cotton. എന്താണ്? കോട്ടൺ ഗ്രോസ് ഇൻ പോഡ്സ്. എന്താണ്? ചെറിയ കായകളിലാണ് ഈ കോട്ടൺ ഉണ്ടാകാറ്. കോട്ടൺ ഗ്രോസ് ഇൻ പോഡ്സ്. കോട്ടൺ വളരുന്നത് എവിടെയാണ്? കായകളിലാണ് അല്ലേ. The pods are picked and thread is made from the cotton. എന്ത് ചെയ്യുന്നു? ഈ കായകൾ പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? thread is made from the cotton. ഈ കോട്ടണിൽ നിന്ന് നൂലുകൾ ഉണ്ടാക്കുന്നു. ഓക്കെ. കോട്ടൺ ഗ്രോസ് ഇൻ പോഡ്സ്. കോട്ടൺ എവിടെയാണ് ഉണ്ടാവുന്നത്? ഒരു ചെടിയില് കായകളിലാണ് കോട്ടൺ ഉണ്ടാകാറ്. The pods are picked. എന്ത് ചെയ്യുന്നു? നമ്മള് ഈ കായകൾ പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് thread is made from the cotton. ഈ കോട്ടണിൽ നിന്ന് എന്തുണ്ടാക്കും? ത്രെഡ് ഉണ്ടാക്കും അല്ലെ. ത്രെഡ് എന്ന് വെച്ചാൽ എന്താണ്? നൂലുകളാണ്. ചെറിയ ഇഴകൾ അല്ലെ, നൂലുകള് ഉണ്ടാക്കും നമ്മൾ. ഈ കോട്ടണിൽ നിന്ന് നമ്മൾ നൂലുകളെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. മേക്കിംഗ് ത്രെഡ് ഫ്രം കോട്ടൺ ഈസ് കോൾഡ് സ്പിന്നിങ്. അങ്ങനെ ഈ കോട്ടണിൽ നിന്ന് ത്രെഡുകളെ വേർതിരിച്ചെടുക്കുന്ന അതിന് നമ്മൾ എന്തു പറയും? സ്പിന്നിങ് എന്നാണ് പറയാ. അതായത് ഈ കോട്ടൺ പോട്ട്സിൽ ഉണ്ടാവുന്ന കോട്ടണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വി സെപ്പറേറ്റ് ദ ത്രെഡ് അല്ലേ. നമ്മൾ ആ ത്രെഡ് സെപ്പറേറ്റ് ചെയ്തെടുക്കും. അപ്പൊ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാറ്? സ്പിന്നിങ് എന്ന് പറയാറ്. ഓക്കെ. വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. നമ്മൾ എപ്പോഴും ചൂട് സമയത്ത്, വേനൽക്കാലത്ത് വി വെയർ കോട്ടൺ ക്ലോത്ത്സ്. നമ്മൾ കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിക്കാറ്. കോട്ടൺ ക്ലോത്ത്സ് കീപ് us കൂൾ. കോട്ടൺ ക്ലോത്ത്സ് ആർ ഓൾവേസ് കീപ് us കൂൾ. നമ്മൾ എപ്പോഴും അത് എന്ത് ചെയ്യും? കുറച്ച് തണുപ്പ് തോന്നിക്കും അല്ലെ, കൂളായി വെക്കും. വി ഗെറ്റ് കോട്ടൺ ഫ്രം ദ കോട്ടൺ പ്ലാന്റ്. നമുക്ക് ഈ കോട്ടൺ കിട്ടുന്നത് കോട്ടൺ പ്ലാന്റിൽ നിന്നാണ്. കോട്ടൺ ഗ്രോസ് ഇൻ പോഡ്സ്. കോട്ടൺ എവിടെയാണ് ഉണ്ടാവുക? കോട്ടൺ വളരുന്നത് കായകളിലാണ് അല്ലെ, ചെടികളിൽ ഉണ്ടാവുന്ന. മിൻഹാജെ ആരാണത്? ഓക്കെ. കോട്ടൺ എവിടെയാണ് ഉണ്ടാവുന്നത്? ചെടികളിലെ കായകളിലാണ് കോട്ടൺ വളരുന്നത്. The pods are picked and thread is made from the cotton. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പോഡ്സ് പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് thread is made from the cotton. കോട്ടണിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നൂലുകളെ വേർതിരിച്ചെടുക്കുന്നു, സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പൊ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പിന്നിങ് എന്ന് പറയാറ്. സ്പിന്നിങ്. ഓക്കെ. This thread is then made into cloth on a loom. അതെന്ത് ചെയ്യുന്നു? മേക്കിംഗ് ക്ലോത്ത് ഫ്രം ത്രെഡ് ഈസ് കോൾഡ് വേവിംഗ്. എന്താണ്? നമ്മള് കോട്ടൺ പോഡ്സിൽ നിന്ന് ഈ പോഡ്സ് പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് അതിന്റെ ത്രെഡ് വേർതിരിക്കുന്നു അല്ലെ. അതിന്റെ നൂല് വേർതിരിച്ചെടുക്കും കോട്ടണിൽ നിന്ന്. ആ നൂല് എടുത്ത ശേഷം then making cloth from thread is called weaving. എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ ഒരു ലൂം എന്താണ്? ലൂം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നെയ്തെടുക്കാനുള്ള മെഷീനെയാണ് ലൂം എന്ന് പറയാറ്. തറി എന്നൊക്കെ പറയും മലയാളത്തിൽ അല്ലെ. നമ്മള് നെയ്തെടുക്കാൻ പറ്റുന്ന ആ മെഷീനെയാണ് നമ്മൾ ലൂം എന്ന് പറയുന്നത്. ആൻഡ് മേക്കിംഗ് ക്ലോത്ത് ഫ്രം ത്രെഡ് ഈസ് കോൾഡ് വേവിംഗ്. നമ്മൾ ഈ നേരത്തെ വേർതിരിച്ചെടുത്ത ത്രെഡിനെ എന്ത് ചെയ്യും? ക്ലോത്ത് ആക്കി മാറ്റും അല്ലെ. ഈ ലൂമിൽ വെച്ച് വീവിംഗ് ചെയ്യും അല്ലെ. എന്താണ്? നെയ്ത്താണ് വീവിംഗ് എന്ന് വെച്ചാൽ. നെയ്തെടുക്കുന്നതിനെയാണ്
വേവിങ് എന്ന് പറയാറ്. അപ്പൊ നമ്മള് ഓൾറെഡി കോട്ടൺ പോട്ട്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത ത്രെഡ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഈ ലൂമിൽ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ക്ലോത്ത് ഉണ്ടാക്കും. ആ പ്രോസസ്സിനെ നമ്മൾ വേവിങ് എന്നാണ് പറയാ. ഓക്കെ, ക്ലിയർ? ലിസൺ, വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. നമ്മൾ എന്ത് ചെയ്യും, വേനൽക്കാലത്ത് അല്ലെ, ചൂട് കാലത്ത് വി വെയർ കോട്ടൺ ക്ലോത്ത്സ്. ചൂട് കാലത്ത് നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യാറ്, കോട്ടൺ ക്ലോത്ത്സ് ആണ് ധരിക്കാറ്. കോട്ടൺ ക്ലോത്ത്സ് കീപ് us കൂൾ. എപ്പോഴും കോട്ടൺ ക്ലോത്ത്സ് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കൂളാക്കി വെക്കും അല്ലെ. അപ്പൊ ചൂട് കാലത്ത് എന്താണ്, നമുക്കതൊരു ആശ്വാസമാണ് അല്ലെ. Then we get cotton from the cotton plant. We get cotton from where? Cotton plant. നമുക്ക് കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് എന്ത് കിട്ടാറ്, കോട്ടൺ കിട്ടാറ്. അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ, കോട്ടൺ ഗ്രോസ് ഇൻ പോട്സ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ ചെടികളിലുള്ള കായകളിലാണ് നമ്മുടെ കോട്ടൺ വളരുന്നത് അല്ലെ. അതിന്റെ ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത്. Then the pods are picked. ആ പിക്ചറിൽ കണ്ടോ, അതിനെയാണ് നമ്മൾ പോട്സ് എന്ന് പറയുന്നത്. ആ പോട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, picked and the thread is made from the cotton. ആ കോട്ടണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നൂല് അല്ലെ, ത്രെഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ആ പ്രോസസ്സിനെ we call that spinning. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിന്നിങ് എന്ന് പറയുന്നത്. This thread is then made into cloth on a loom. This thread is made cloth on a loom. എന്താണ്, ഒരു തറി അല്ലെ, അതിന്റെ മെഷീനാണ്. നമ്മൾ എങ്ങനെയാണോ ത്രെഡിനെ എന്ത് ക്ലോത്ത് ആക്കി മാറ്റുന്നത്, അതിന്റെ മെഷീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂം എന്ന് പറയുന്നത്. അപ്പൊ ആ മെഷീനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ത്രെഡ് മെയ്ഡ് ടു ക്ലോത്ത് ആക്കിയിട്ട് മാറ്റും അല്ലെ. ഈ നൂലിൽ നമ്മൾ എന്താക്കും, തുണിയാക്കി മാറ്റുന്ന പ്രോസസ്സിനെ വേവിങ് അല്ലെ, നെയ്തെടുക്കുക എന്നാണ്. നെയ്ത്ത് എന്ന് പറയുന്നു, വേവിങ് എന്ന് പറയുന്നു. ക്ലിയർ? കോട്ടൺ ക്ലോത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, അനിഹ അതൊന്ന് വായിച്ചു മോളെ, നമ്മൾ ഇപ്പൊ എടുത്ത പോർഷൻ. Cotton cloths. We wear cotton cloths in summer. Cotton cloths keep us cool. We get cotton from the cotton plant. Cotton gives in ponds. The ponds are picked and thread is made from the thread from cotton is called spinning. 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 Thread is done, then making blue cotton on loom. Making cloth from thread is called Making cloth from thread is called weaving. Okay, first one എന്താണ്, സ്പിന്നിങ് ആണ് കേട്ടോ മോളെ അനിഹ. സ്പിന്നിങ് എന്നാണ് പറയാ. ഓക്കെ, സ്പിന്നിങ് മിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ത്രെഡിനെ എന്ത് ചെയ്യുന്നത്, കോട്ടണിൽ നിന്ന് ത്രെഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാറുണ്ട് അല്ലെ, അതിനെയാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. ആ പ്രോസസ് ഈസ് കോൾഡ് സ്പിന്നിങ്. ഓക്കെ, ദെൻ ദിസ് ത്രെഡ് ഈസ് ദെൻ മെയ്ഡ് ഇൻടു ക്ലോത്ത് ഓൺ എ ലൂം. ഒരു ലൂമിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ത്രെഡിനെ നമ്മൾ ക്ലോത്ത് ആക്കിയിട്ട് മാറ്റുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, വേവിങ് എന്ന് പറയുന്നത്. നെയ്തെടുക്കുക, വേവിങ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് woolen cloths. Next portion, woolen cloths. We wear woolen cloths in winter. Woolen cloths keep us warm. The thick hair on a sheep's body is called wool. The hair is cleaned and made into woolen thread. Wool is used to knit sweaters, caps and socks. We wear a raincoat to go out when it rains. Raincoats are mostly made of rubber. We get rubber from the rubber tree.
We wear clothes made from other materials also. Let us read about them. എന്താണ് നെക്സ്റ്റ് പറയുന്നത് woolen clothes നെ കുറിച്ചാണ് അല്ലേ. ഫസ്റ്റ് വൺ കോട്ടൺ ക്ലോത്ത്സ്. ഇതെന്താണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ് ആണ് അല്ലേ. പലതരത്തിലുള്ള ഡ്രസ്സുകൾ എന്താണ് ഡിഫറെന്റ് സീസണിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കാറ്. അപ്പോ അത് ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് ക്ലോത്ത്സ് പലതരത്തിലുള്ള തുണികൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ് കോട്ടൺ ക്ലോത്ത്സ് ആണ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ കോട്ടൺ വസ്ത്രങ്ങൾ. ദെൻ വൂളൻ ക്ലോത്ത്സ്. വാട്ട് ഡു യു മീൻ ബൈ വൂളൻ? വൂളൻ എന്ന് വെച്ചാൽ എന്താണ്? വൂളൻ അറിയാമോ? കമ്പിളിയാണ്. കമ്പിളി വസ്ത്രങ്ങളെയാണ് വൂളൻ എന്ന് പറയാറ്. വൂളൻ ക്ലോത്ത്സ് അല്ലെ. ഈ എന്താണ് വിന്റർ സീസൺ അല്ലെ. നമ്മൾ ഈ മഞ്ഞുകാലത്താണ് എപ്പോഴും എന്ത് ചെയ്യാറ് വൂളൻ ഡ്രസ് ധരിക്കാറ് അല്ലെ. വിന്റർ എന്ന് വെച്ചാൽ ഇപ്പൊ ഇതേതാണ് സീസൺ? വിച്ച് സീസൺ ഈസ് ദിസ്? വിന്റർ ആണ് അല്ലേ. ഇപ്പൊ എന്താണ് മഞ്ഞാണ് അല്ലേ. മഞ്ഞുകാലമല്ലേ ഇപ്പോ. അപ്പൊ നമ്മള് ഈ ടൈമിൽ എന്താണ് ചെയ്യാറ് വിന്റർ ക്ലോത്ത്സ് ഉണ്ട് അല്ലേ. അതായത് വൂളൻ ക്ലോത്ത്സ് ആണ് നമ്മൾ ഈ വിന്റർ സീസണിൽ വെയർ ചെയ്യാറ്. കമ്പിളി വസ്ത്രങ്ങൾ. അപ്പൊ അവിടെ എന്താണ് ഇതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അബൌട്ട് ദ വൂളൻ ക്ലോത്ത്സ്. വി വെയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിന്റർ. വൂളൻ ക്ലോത്ത്സ് കീപ്പ് us warm. The thick hair on a sheep's body is called wool. എന്താണ് the thick hair on a sheep's body is called wool അല്ലേ. Then the hair is cleaned and made into woolen thread. Wool is used to knit sweaters, caps and socks. എന്താണ് ചെയ്യുന്നത്? We wear woolen clothes in winter. മനസ്സിലായോ? എന്താണ് നമ്മള് ഈ വിന്റർ സമയത്ത് അല്ലെ മഞ്ഞുകാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വി വെയർ വൂളൻ ക്ലോത്ത്സ്. നമ്മള് കമ്പിളി വസ്ത്രങ്ങളാണ് യൂസ് ചെയ്യാറ് അല്ലേ. വൂളൻ ക്ലോത്ത്സ് കീപ്പ് us warm. എന്താണ് വൂളൻ ക്ലോത്തിന്റെ സ്പെഷ്യാലിറ്റി? ദാറ്റ് കീപ്പ് us warm അല്ലേ. എപ്പോഴും എന്താണ് കുറച്ച് വാം ആയിട്ട് നമ്മളെ വെക്കും. വാം എന്ന് വെച്ചാൽ എന്താണ് ചൂട് തോന്നും അല്ലെ നമുക്ക്. തണുപ്പ് സമയത്ത് ഈ മഞ്ഞുകാലത്ത് നമ്മൾ എന്ത് ചെയ്താല് വി വെയർ വൂളൻ ക്ലോത്ത്സ് വി ഫീൽ വാം അല്ലെ. നമുക്ക് എന്ത് ചെയ്യും എപ്പോഴും നല്ല വാം ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ. കുറച്ച് ചൂട് തോന്നാറുണ്ട് അല്ലെ. Then the thick hair on a sheep's body is called wool. What is a wool? The thick hair on a sheep's body അല്ലെ. ഒരു ആടിന്റെ ദേഹത്തുള്ള അല്ലെ എന്താണ് തിക്ക് ആയിട്ടുള്ള ഹെയർ, നല്ല കട്ടിയുള്ള രോമം അല്ലെ. കമ്പിളി എന്ന് അതിനെയാണ് പറയുന്നത്. അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. വി ഗെറ്റ് വൂൾ ഫ്രം ഷീപ്പ് അല്ലെ. ഷീപ്പ് എന്താണ്? ഈ ചെമ്മരിയാടിൽ നിന്നാണ് നമുക്ക് അതിന്റെ എന്ത് കിട്ടുന്നത്? ക്ലോത്ത് കിട്ടുന്നത് അല്ലെ. വൂൾ കിട്ടുന്നത് എവിടുന്നാണ്? അവിടെ ഒരു പിക്ചർ ഉണ്ട്. അതാണ് ഷീപ്പ് അല്ലെ. ചെമ്മരിയാട് എന്ന് പറയുന്നത് അതാണ്. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൂൾ. അതിന്റെ ദേഹത്തുള്ള ആ കട്ടിയുള്ള എന്താണ് ഹെയർ ആണല്ലേ. അതിന്റെ ദേഹത്തുള്ള ആ രോമമാണ് എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് വൂളാക്കിയിട്ട് മാറ്റുന്നത്. അപ്പൊ അതിന്റെ ദേഹത്തുള്ള അതിനെയാണ് എന്ത് പറയാ? വൂൾ എന്ന് പറയാ. അതിന്റെ തിക്ക് ഹെയർ അല്ലെ. കട്ടിയുള്ള അതിന്റെ ശരീരത്തിലുള്ള ആ കട്ടിയുള്ള ഹെയറിനെയാണ് വൂൾ എന്ന് പറയാറ്. അപ്പോ വി ഗെറ്റ് വൂൾ ഫ്രം ഷീപ്പ്. നമുക്ക് ഈ ആടിൽ നിന്നാണല്ലേ എന്ത് കിട്ടാറ്? വൂൾ കിട്ടുന്നത്. എന്താണ് കോട്ടൺ എവിടെയാണ്? കോട്ടൺ ഗ്രോസ് ഇൻ പോട്ട്സ് എന്ന് നമ്മൾ പറഞ്ഞു. കോട്ടൺ ഉണ്ടാകാറ് എവിടെയാണ്? പോട്ട്സിലാണ് അല്ലെ. കായകളിലെ പ്ലാന്റിലെ ചെറിയ പോട്ട്സിലാണ് എന്തുണ്ടാകുന്നത്? കോട്ടൺ ഉണ്ടാകുന്നത്. പക്ഷെ വൂൾ എവിടുന്നാണ് കിട്ടുന്നത്? വൂൾ എവിടെയാണ്? പ്ലാന്റിലാണോ ഉണ്ടാകാറ്? അല്ല. വി ഗെറ്റ് വൂൾ ഫ്രം ഷീപ്പ് അല്ലെ. ചെമ്മരിയാടിൽ നിന്നാണ് നമുക്ക് വൂള് കിട്ടുന്നത്. അതിന്റെ ഹെയർ, അതിന്റെ ബോഡിയിലുള്ള തിക്ക് ഹെയറിനെയാണ് വൂൾ എന്ന് പറയുന്നത്. ദെൻ the hair is cleaned and made into woolen thread. എന്ത് ചെയ്യുന്നു? അതിന്റെ ദേഹത്തുള്ള ആ ഹെയർ എന്ത് ചെയ്തു? നമ്മള് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് വൂളാക്കി മാറ്റുന്നത് അല്ലെ. കമ്പിളിയാക്കി മാറ്റുന്നത്. ഈ ആടിന്റെ ദേഹത്തുള്ള വൂളിനെ നമ്മള് മുറിച്ചെടുത്ത് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് വൂളാക്കിയിട്ട് മാറ്റുന്നത്. Then wool is used to knit sweaters, caps and socks അല്ലെ. ഓൾവേസ് വൂളൻ ആണല്ലേ. ഇതൊക്കെ എന്താണ്? നമ്മൾ രാത്രിയിൽ ഇടുന്ന സ്വെറ്റർ ആൻഡ് ക്യാപ്പും സോക്സും ഒക്കെ എന്താണ്? വൂളനാണ്.
keep us warm. അത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? വാം ആക്കി വെക്കാറുണ്ട് അല്ലേ? നമുക്ക് നല്ല ചൂട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഈ ഷീപ്പിന്റെ ദേഹത്തുള്ള തിക്കായിട്ടുള്ള ഹെയർ ആണ് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് എന്താക്കി മാറ്റുന്നത്? wool. wool, we get wool from sheep അല്ലേ? ഷീപ്പിന്റെ ദേഹത്തുള്ള ഈ തിക്ക് ഹെയറിനെയാണ് we made wool, woolen. നമ്മള് കമ്പിളി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് രാത്രിയിൽ ഇടുന്ന സ്വെറ്റർ, ക്യാപ്പ് ആൻഡ് സോക്സ്, നമ്മുടെ തൊപ്പിയും എന്താണ് നമ്മൾ ഈ സാധാരണ ഈ ഇത് വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലേ, നമ്മളിപ്പോ സ്വെറ്റർ ഒക്കെ ആണല്ലേ, നല്ല തണുപ്പാണെങ്കിൽ സ്വെറ്റർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ സ്വെറ്ററും ക്യാപ്പും സോക്സും ഒക്കെ മെയ്ഡ് ഫ്രം വൂളൻ ആണ് അതൊക്കെ. അപ്പൊ അതൊക്കെ എവിടുന്നാണ്? ഈ ഷീപ്പിന്റെ ദേഹത്തുള്ള തിക്കായിട്ടുള്ള ഹെയറിനെയാണ് എന്താക്കി മാറ്റുന്നത്? വൂൾ ആക്കി മാറ്റുന്നത്, കമ്പിളി ആക്കിയിട്ട് മാറ്റുന്നത്. ക്ലിയർ? അതിനെയാണ് നമ്മൾ വൂളൻ ക്ലോത്ത് എന്ന് പറയാ. ഈ ഷീപ്പിന്റെ ദേഹത്തുള്ള തിക്ക് ഹെയറിനെ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിനെ ഡിഫറെന്റ് പ്രോസസ്സിലൂടെ എന്താക്കും? വൂളൻ ആക്കിയിട്ട് മാറ്റും അല്ലെ? കമ്പിളി, വൂളൻ ക്ലോത്ത്, കമ്പിളി വസ്ത്രങ്ങളൊക്കെ ആക്കിയിട്ട് മാറ്റും. അതാണ് നമ്മൾ മഞ്ഞുകാലത്ത് ധരിക്കുന്ന സ്വെറ്റേഴ്സും സോക്സും ക്യാപ്പും ഒക്കെ അല്ലെ. സ്വെറ്റർ എന്താണ് ചൂടൻ കുപ്പായം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അത് നമ്മളെ എന്താണ് എപ്പോഴും ചൂട് കീപ്പ് ചെയ്യും നമ്മുടെ ബോഡിയിൽ. അതുകൊണ്ടാണ് അതിനെ അതെപ്പോഴും നമ്മൾ വാമാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഷീപ്പിന്റെ ദേഹത്തുള്ള തിക്ക് ഹെയർ ആണ് വൂള്. അതുകൊണ്ടാണ് നമ്മൾ വൂളൻ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ലൈക്ക് സ്വെറ്റേഴ്സ്, ക്യാപ്സ് ആൻഡ് സോക്സ്. തൊപ്പിയും സോക്സും സ്വെറ്റേഴ്സും ഒക്കെ ഉണ്ടാക്കുന്നത് വൂളൻ കൊണ്ടാണ്. ക്ലിയർ? ഓക്കെ. Then we wear a raincoat to go out when it rains. Raincoats are mostly made of rubber. We get rubber from the rubber tree. We wear clothes made from other materials also. Let us read about them. എന്താണ് പറയുന്നത്? We wear a raincoat to go out when it rains. മഴ പെയ്യുമ്പോൾ നമ്മൾ പുറത്തു പോകാറുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? We wear a raincoat when go out. Okay. Raincoats are mostly made of rubber. Raincoat എന്തായിരുന്നത്? മിക്കവാറും റെയിൻകോട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? Made from rubber material അല്ലെ. റബ്ബറിന്റെ മെറ്റീരിയൽ കൊണ്ടാണ് എന്ത് ചെയ്യാറ്? റെയിൻകോട്ടുകൾ ഉണ്ടാക്കാറ്. We get rubber from the rubber tree. എവിടെ നിന്നാണ് നമുക്ക് റബ്ബർ കിട്ടുന്നത്? From rubber tree അല്ലെ. റബ്ബർ മരങ്ങൾ ഇല്ലേ, കണ്ടിട്ടില്ലേ? എല്ലാവർക്കും അറിയുമല്ലോ റബ്ബർ മരങ്ങള്. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് കാണാറുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യാറ്? നമ്മള് റെയിൻകോട്ട് ആർ മോസ്റ്റ്ലി മെയ്ഡ് ഫ്രം റബ്ബർ. എന്താ ചെയ്യാറ്? റെയിൻകോട്ടുകൾ കൂടുതലായിട്ടും റബ്ബർ കൊണ്ടുള്ള മെറ്റീരിയൽ ആണ് ഉണ്ടാകാറ്. അപ്പൊ നമുക്ക് ഈ റബ്ബർ കിട്ടുന്നത് എവിടെ നിന്നാണ്? റബ്ബർ ട്രീയിൽ നിന്നാണ് അല്ലെ, റബ്ബർ മരങ്ങളിൽ നിന്നാണ് അല്ലെ. നമുക്കറിയാം അല്ലെ. അതിന്റെ പാലാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് കളക്ട് ചെയ്ത് റബ്ബർ ആക്കിയിട്ട് മാറ്റുന്നത്. Then we wear clothes made from other materials also. നമ്മള് കോട്ടൺ, വൂളൻ, റബ്ബർ മെറ്റീരിയൽ മാത്രമല്ല മറ്റ് ക്ലോത്തുകളും നമ്മൾ വെയർ ചെയ്യാറുണ്ട് അല്ലെ. ഡിഫറെന്റ് ടൈപ്പില് ഒരുപാട് ക്ലോത്തുകൾ ഉണ്ട്. അതൊക്കെ നമ്മൾ ധരിക്കാറുണ്ട്. നമ്മളെപ്പോഴും കോട്ടനും വൂളനും റബ്ബറും മാത്രമാണോ യൂസ് ചെയ്യാറ്? അല്ലല്ലോ, വേറെയും ഒരുപാട് തരത്തിലുള്ള ക്ലോത്ത് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാമെന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ആദ്യം പഠിച്ചത് ഏതൊക്കെയാണ്? കോട്ടൺ ക്ലോത്ത്സ് ആൻഡ് വൂളൻ ക്ലോത്ത്സ്. കോട്ടൺ വസ്ത്രങ്ങളും വൂളൻ വസ്ത്രങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. ദെൻ കോട്ടൺ വസ്ത്രങ്ങൾ എന്താണ്? വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഫ്രം സമ്മർ. വിച്ച് സീസൺ? സമ്മർ സീസൺ. സമ്മർ സീസണിലാണ് നമ്മൾ കോട്ടൺ ഡ്രസ് യൂസ് ചെയ്യാറ് അല്ലേ. കോട്ടൺ ഡ്രസ് നമ്മൾ യൂസ് ചെയ്യാറ് സമ്മർ സീസണിലാണ്. കോട്ടൺ ക്ലോത്ത്സ് കീപ്പ് us cool. കോട്ടൺ ക്ലോത്ത്സ് ഓൾവേസ് കീപ്പ് us cool. നമ്മൾ എന്ത് ചെയ്യുന്നു? എപ്പോഴും കൂൾ ആക്കിയിട്ട് വെക്കാറുണ്ട് അല്ലേ. We get cotton from the cotton plant. We get cotton from where? From cotton plants. കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോട്ടൺ വസ്ത്രങ്ങള് കിട്ടുന്നത്, കോട്ടൺ കിട്ടുന്നത്. Then cotton grows in pods. I already told you cotton grows in
പോട്സ്. എന്താണ് കോട്ടൺ എവിടെയാണ് ഉണ്ടാകാറ്? പോട്സിലാണ് അല്ലെ? എന്താണ് ചെറിയ കായകളിലാണ് കോട്ടൺ വളർന്നു വരുന്നത്. Then the pods are picked and thread is made from the cotton. എന്ത് ചെയ്യുന്നു? ഈ പോട്സ് നമ്മള് പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാറുണ്ട്? മെയ്ഡ് ഫ്രം ത്രെഡ് അല്ലെ? ത്രെഡ് മെയ്ഡ് ഫ്രം കോട്ടൺ അല്ലെ? ഈ കോട്ടണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ത്രെഡ് ഉണ്ടാക്കുന്നു അല്ലെ? Then making thread from cotton is called spinning. Making thread from cotton അല്ലെ? ഈ കോട്ടണിൽ നിന്ന് നൂല് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ എന്ത് പറയുന്നു? സ്പിന്നിങ്. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പിന്നിങ് എന്ന് പറയുന്നത്. This thread is then made into cloth on a loom. ഈ ത്രെഡ് എന്ത് ചെയ്യുന്നു? ഒരു ലൂമിൽ വെച്ചിട്ട് എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? കോട്ടൺ ആക്കിയിട്ട് മാറ്റുന്നു അല്ലെ? Then making cloth from thread is called weaving. അപ്പോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെയ്തെടുക്കുക എന്നാണ്. വേവ് ചെയ്ത് അതിനെ നമ്മൾ ക്ലോത്ത് ആക്കിയിട്ട് മാറ്റുന്നു. ക്ലിയർ? Then second one നമ്മൾ പറഞ്ഞു woolen cloths. We wear woolen cloths in winter season. We wear this season അല്ലെ? ഇതെന്താണ്? വിന്റർ സീസൺ ആണ് അല്ലെ? അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറ്? woolen cloth ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. Woolen cloths keep us warm. Woolen cloths are always keep us warm. The thick hair on a sheep's body is called wool. What is wool? The thick hair on a sheep's body. Okay, clear? The thick hair on a sheep's body is called wool, and the hair is cleaned and made into woolen thread. എന്ത് ചെയ്യുന്നു? അതിന്റെ വൂള് മുറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് വൂളൻ ത്രെഡുകൾ ഉണ്ടാക്കുന്നു അല്ലെ? വാട്ട് ഇസ് വൂളൻ ത്രെഡ്? കമ്പിളി നൂലുകൾ ഉണ്ടാക്കുന്നു അല്ലെ? അതുകൊണ്ടാണ് വൂളൻ ക്ലോത്ത് ഉണ്ടാക്കുന്നത്. അപ്പോ വൂൾ ഈസ് യൂസ്ഡ് ടു നൈറ്റ് സ്വെറ്റേഴ്സ്. ഈ വൂള് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാറ്? നൈറ്റ് സ്വെറ്റേഴ്സ് ആണ് അല്ലെ? എന്താണ്? രാത്രിയിൽ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ അല്ലെ? സ്വെറ്ററിനെയാണ് നൈറ്റ് സ്വെറ്റർ എന്ന് പറയാറ്. ആൻഡ് ക്യാപ്പും സോക്സും ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? വൂളൻ ക്ലോത്ത് കൊണ്ടാണ് ഉണ്ടാക്കാറ്. Then about rainy season. അടുത്ത എന്താണ്? റെയിനി സീസണിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. We wear a raincoat to go out when it is rainy. എന്താണ്? മഴ പെയ്യുന്ന സമയത്ത് പുറത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെയിൻ കോട്ട് യൂസ് ചെയ്യാറുണ്ട്. Then raincoats are mostly made of rubber അല്ലെ? റബ്ബർ കൊണ്ടാണ് എന്ത് ചെയ്യാറ്? മിക്കവാറും റെയിൻ കോട്ടുകളൊക്കെ ഉണ്ടാക്കാറ്. Then we get rubber from the rubber tree. നമുക്കറിയാം അല്ലെ? റബ്ബർ ട്രീയിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് റബ്ബർ കിട്ടാറ്. Then we wear clothes made from other materials too. എന്താണ്? നമ്മൾ മറ്റുള്ള തുണികൾ കൊണ്ടും അല്ലെ? മറ്റുള്ള മെറ്റീരിയൽ കൊണ്ടും നമ്മൾ ഡ്രസ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ്? മറ്റുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലോത്ത് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് മെറ്റീരിയൽ, മറ്റു മെറ്റീരിയലും കൂടെ തന്നിട്ടുണ്ട് അല്ലെ? ഒന്ന് നോക്കാം. സിൽക്ക്. എന്താണ്? സിൽക്ക് ആണ് മറ്റൊരു മെറ്റീരിയൽ അല്ലെ? കോട്ടൺ, വൂളൻ, അത് കൂടാതെ മറ്റൊരു മെറ്റീരിയൽ ആണ് സിൽക്ക്. We get silk from silkworms. We use silk to make sari, scarves and many other things. എന്താണ്? സിൽക്ക്. സിൽക്കിനെ കുറിച്ചാണ് പറയുന്നത്. We get silk. എന്താണ്? പട്ട് അല്ലെ? ഈ സിൽക്കിനെ കുറിച്ചാണ്. എന്താണ്? നമുക്ക് എവിടുന്നാണ് സിൽക്ക് കിട്ടാറ്? We get silk from silkworms. എന്താണ്? സിൽക്ക് വോം എന്താണ്? പട്ടുനൂൽ പുഴു എന്ന് കേട്ടിട്ടുണ്ടോ? സിൽക്ക് വോംസ്. അവിടെ ഒരു സിൽക്ക് വോംസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവരാണ് എന്ത് ചെയ്യാറ്? സിൽക്ക് ഉണ്ടാക്കുന്നത്. We get silk from silkworms. ഈ പട്ടുനൂൽ പുഴുക്കളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സിൽക്ക് കിട്ടുന്നത് അല്ലെ? ഇവിടെ കാണാനുണ്ട് അല്ലെ? കുറെ സിൽക്ക് വോംസിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിനെയാണ് എന്ത് പറയാറ്? പട്ടുനൂൽ പുഴുക്കൾ അല്ലെ? കേട്ടിട്ടുണ്ടോ? സിൽക്ക് വോംസ്. Yes or no? Do you heard about silkworms? Yes. Okay. We use silk to make sarees, scarves and many other things. എന്താണ്? സിൽക്ക് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറ്? സാരിയും സ്കാർഫ്സ് എന്താണ്? നമ്മള് കഴുത്തിലെ ഇടുന്ന എന്താണ്? സ്കാർഫ് അല്ലെ? ഷാള് പോലെയുള്ള
മെറ്റീരിയൽ ഒക്കെ എന്താണ് സിൽക്ക് ആണ്. ആൻഡ് മറ്റുള്ള ഒരുപാട് സാധനങ്ങൾ അല്ലെ സിൽക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സാരി സ്കാർഫ് പിന്നെ അത് കൂടാതെ മറ്റു ക്ലോത്തുകളും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ മറ്റുള്ള ഡ്രസ്സുകളൊക്കെ സിൽക്കിന്റെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ സിൽക്കിലുള്ള ഒരുപാട് സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഈ സിൽക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ് വി ഗെറ്റ് സിൽക്ക് ഫ്രം സിൽക്ക് വോം പട്ടുനൂൽ പുഴുക്കളാണ് ഈ സിൽക്ക് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കൃഷി ചെയ്യാറ് അല്ലെ ഈ സിൽക്ക് എന്താണ് ചെടികളിൽ സിൽക്ക് വോംസിനെ കൊണ്ട് നിക്ഷേപിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കാറ് പട്ട് ഉണ്ടാക്കാറ് അല്ലെ. സിൽക്ക് വോംസ് ആണ് ഈ പട്ട് ഉണ്ടാക്കി തരുന്നത്. We use silk to make sarees, scarves and many other things. നമ്മൾ സാരിയും സ്കാർഫും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സിൽക്ക് യൂസ് ചെയ്യുന്നു. Then next synthetic material ആണ് synthetic material. Then nylon, terracotta and polyester are some synthetic materials used to make cloth. എന്താണ് നൈലോൺ അല്ലെ നൈലോൺ ടെറിക്കോട്ട് പോളിസ്റ്റർ ഇതൊക്കെ എന്താണ് സിന്തറ്റിക് മെറ്റീരിയലിന്റെ പേരുകളാണ് അല്ലെ. ഇവയൊക്കെയാണ് സിന്തറ്റിക് എന്ന് പറയാറ് അല്ലെ. നമുക്കറിയാം ചൂട് സമയത്തൊന്നും നമ്മൾ പൊതുവെ എന്ത് ചെയ്യാറില്ല നൈലോണും ടെറിക്കോട്ടും പോളിസ്റ്ററും ഒന്നും യൂസ് ചെയ്യാറില്ല അല്ലെ. അത് കുറച്ചുകൂടെ എന്താണ് വളരെ നൈസാണ് പിന്നെന്താണ് ഭയങ്കര ചൂട് തോന്നിക്കുന്ന തരം വസ്ത്രങ്ങളാണ് അല്ലെ. നൈലോൺ ടെറിക്കോട്ട് ആൻഡ് പോളിസ്റ്റർ ആർ സം സിന്തറ്റിക് മെറ്റീരിയൽ ഇതൊക്കെ എന്താണ് സിന്തറ്റിക് മെറ്റീരിയൽ ആണ്. ആൻഡ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്ത്സ് എന്ത് ചെയ്യാറുണ്ട് ഇതൊക്കെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. Then synthetic materials are made of artificial fibers കൃത്രിമമായിട്ടുള്ള അല്ലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തെടുത്ത ഫൈബേഴ്സിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത് ഈ സിന്തറ്റിക് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ്. ആൻഡ് we do not get these fibers from plants and animals ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടില്ല മൃഗങ്ങളിൽ നിന്നോ ചെടികളിൽ നിന്നോ കിട്ടുന്നതല്ല. അതായത് ഈ സിന്തറ്റിക് മെറ്റീരിയൽ എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഇത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആനിമൽസിൽ നിന്നും നമുക്കിത് കിട്ടാറില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യാറാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അപ്പോ നിങ്ങൾക്ക് നമ്മുടെ ഈ ഫസ്റ്റ് പോർഷൻ അല്ലേ നമ്മൾ രണ്ടാമത് എടുത്ത വി നീഡ് ഫുഡിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാനുണ്ട് അല്ലേ തന്നില്ലല്ലോ. ഇന്ന് തന്നെ അത് എന്താണ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. അപ്പോ എന്താണ് നമ്മൾ ഇപ്പൊ എടുത്ത ഈ പോർഷൻ വി നീഡ് ക്ലോത്ത്സും കൂടി ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം. അതിന്റെ ബാക്കി എന്താണ് ആക്ടിവിറ്റി ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മുടെ ടൈം കഴിയാൻ പോവാണ്. അപ്പൊ അത് ഏതൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ് എന്നുള്ളത് നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കണം. ഇപ്പൊ വായിച്ചു നോക്കിയിട്ട് മാത്രം ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ എന്താണ് ഇതിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ ഇതൊന്നുകൂടെ പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഇതൊന്നുകൂടെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസ് പറയാം. ക്ലിയർ? ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ടൈം കഴിയാൻ പോവാണ്. ഓക്കെ ബൈ.